കാസലിൻ്റെ ബ്ലാക്ക് ഗേറ്റ് ആണിത്. അതായത് അന്ന് യൂസ് ചെയ്തിരുന്ന കാസലിൻ്റെ ഏറ്റവും വലിയ ഗേറ്റുകളിലൊന്നാണ്. പണ്ടത്തെ കാലത്ത് അവരുടെ ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. വെൽക്കം ടു ന്യൂ കാസൽ കാസൽ. ഡിസ്കവറി മ്യൂസിയത്തിലെ ഏറ്റവും വലിയ എക്സിബിറ്റുകളിൽ ഒന്നാണ് ടർബിന. ടർബിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1874 ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നാണ്. ചാൾസ് പാഴ്സ് എന്ന എഞ്ചിനീയറിംഗ് വിദഗ്ധൻ്റെ കീഴിലുണ്ടാക്കിയ ഷിപ്പുകളിലൊന്നാണിത്. സ്റ്റീം ടർബൈൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അന്ന് ഓടുന്നതിൽ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായിരുന്നു. ഫുട്ബോളിൻ്റെ ഏറ്റവും വലുതമായ ഇംഗ്ലണ്ടിൽ ഓരോ മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റേഡിയങ്ങളും അതിനനുസരിച്ചുള്ള ക്ലബ്ബുകളും ഒക്കെ കാണാൻ പറ്റും. ആ ഫുട്ബോൾ ആ നാടിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ അവരുടെ കൾച്ചറിലൊക്കെ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ കാസിൽ സിറ്റിയുടെ ഒരു കൾച്ചറിനും എല്ലാത്തിനും റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് സെൻറ്റ് ജെയിംസ് പാർക്ക്. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ മാർക്കറ്റുകളിൽ എന്തായാലും ഒന്ന് പോകും. എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ്, അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് എന്താണ്, കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ ഇതുപോലുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ കടകളിലൊക്കെ കയറാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും അവിടുത്തെ ലോക്കൽ ഫുഡ്സ് മുതൽ ഇൻ്റർനാഷണൽ ഫുഡുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. അത്രയും വലിയ മാർക്കറ്റാണ്. ഈ സിറ്റി സെൻറ്ററിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ദിസ് ഈസ് ഗ്രേ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജോർജിയൻ സ്റ്റൈലിലുള്ള ഡിസൈനിങ്ങിലുള്ള ബിൽഡിങ്സ് ആണ്. ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡിസൈൻസ് ഒക്കെ വേറെയാണ്. ഇത്ര നേരം നമ്മൾ കണ്ട ബിൽഡിങ്സിൻ്റെ ഡിസൈനിൽ നിന്നൊക്കെ മാറി ജോർജിയൻ ഡിസൈനുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഷോപ്പിംഗ് ഒന്നല്ല, ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ഡിസൈനൊക്കെയാണ് അട്രാക്ട് ചെയ്തിട്ട് അത് കാണാനും. അതുപോലെ കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ പബ്ബുകളൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. ന്യൂ കാസലിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള കത്തീഡ്രലാണത്. 11th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കത്തീഡ്രൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒഫീഷ്യലി ഫസ്റ്റ് ബിഷപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ കത്തീഡ്രലിൽ നിന്നാണ്. സെൻട്രൽ ആർക്കേഡ് 1906 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷോപ്പിംഗ് സെൻ്ററാണത്. അതായത് അത്രയും പഴക്കം ചെന്നൊരു ഷോപ്പിംഗ് സെൻ്ററിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഇവിടുത്തെ ഓരോ ആർക്കിടെക്ചറും അതുപോലെ ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എന്തൊരു ഡിസൈനാണേ. ഈ ഒരൊറ്റ ടൗൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 ബ്രിഡ്ജസാണ് ഈ ടൗണിലുള്ളത്. നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്നത് മില്ലേനിയം ബ്രിഡ്ജിലാണ്. 2000 പണി കഴിപ്പിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഡിസൈനുകളിലുള്ള കണ്ടംപററി സ്റ്റൈലിലുള്ള ബ്രിഡ്ജാണ് ഗൈസ്. നോക്കൂ. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് അതാണ് ടൈൻ ബ്രിഡ്ജ്. അതായത് ഈ സിറ്റിയിൽ
7 ബ്രിഡ്ജസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രിഡ്ജ് കാണാം, അതിന് തൊട്ടപ്പുറത്ത് വേറെ ബ്രിഡ്ജ് കാണാം. നൈറ്റ് ആയപ്പോൾ കണ്ടില്ലേ, നമ്മളെ മിലേനിയം ബ്രിഡ്ജ് ലൈറ്റ് അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ റിവർ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൈസ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല. എല്ലാവർക്കും ന്യൂകാസിൽ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് എന്തായാലും ന്യൂകാസിൽ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട നഗരം, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന, ഒരുപാട് ബ്രിഡ്ജസ് ഉള്ള, റിവർ സൈഡുള്ള, പല രാജ്യത്തുള്ള ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റി. എനിക്കെന്തായാലും ന്യൂകാസിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ അറിയിക്കാം. ഇതുപോലുള്ള UK വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് ടാലമലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.